അപ്രതീക്ഷിതമായി നമ്മൾ ചെന്നെത്തുന്ന ചില സാഹചര്യങ്ങൾ, ഒട്ടും നല്ലതല്ലാത്ത അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത അവസ്ഥകൾ ഒത്തിരി ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ നമ്മെ അകപ്പെടുത്താറുണ്ട്. ആ ചോദ്യശരങ്ങൾ നമ്മോട് തന്നെ ഉള്ളതാകാം, അല്ലെങ്കിൽ നമ്മെ അറിയുന്നവർക്ക് നമ്മോടുള്ളതാകാം. എന്തുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നന്നായി പോയിക്കൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോകുന്നു, വരുമാനമില്ലാത്തവനായിത്തീരുന്നു. ചോദ്യം സാധാരണമല്ലേ? അല്ല, ആ ചോദ്യത്തിന് മുമ്പിൽ നിങ്ങളായിരിക്കുന്നു. മറ്റുള്ളവർ മാത്രമല്ല, നിങ്ങളും ചോദിക്കുന്നുണ്ട്. ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നതുമില്ല. നന്നായി പോകുന്ന കുടുംബം, ഒരു കുഴപ്പവുമില്ല, ഭാര്യ, ഭർത്താവ്, മക്കൾ സന്തോഷത്തോടെ പോകുന്നു, അല്ലേ സഹോദരി? സന്തോഷത്തോടെ അതിലുപരിയായി ഒരു സ്വകാര്യ അഹങ്കാരമായി കൊണ്ട് നടന്ന കുടുംബം പെട്ടെന്ന് കാറ്റത്ത് കലഞ്ഞു വീണ കിളിക്കൂട് പോലെ തകർന്നു പോയി. ചോദ്യം, 100 ചോദ്യങ്ങളുണ്ടാകുന്നു. എന്തുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു? ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ശരിക്കും നിനക്കും അത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, അല്ലേ? നിൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ച, നിൻ്റെ ഭർത്താവ് നിന്നിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള ആ സത്യം നിനക്കിപ്പോഴും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. കാരണം ഇന്നലകളിൽ അങ്ങനെ ഒരു ചിന്തയ്ക്ക് പോലും സ്കോപ്പില്ലായിരുന്നു. അത്രമാത്രം നിന്നെ സ്നേഹിച്ച, അല്ലേ സഹോദര? അത്രമാത്രം നിന്നെ സ്നേഹിച്ച നിൻ്റെ ഭാര്യ നിന്നിൽ നിന്ന് അകന്നുപോയി. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ അകന്നുപോയി. തുടർ പരാജയങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് അവർ വീണുപോയി. നല്ലതൊന്നും കാണുവാൻ കഴിയാതെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് എപ്പോഴും ചിരിച്ച് കളിച്ച് നല്ല കാര്യങ്ങൾ, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് കൂടെ നടന്ന പിള്ളേർ, അല്ലേ? ഒന്നും മിണ്ടുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. പരാജയം അവരുടെ ജീവിതത്തിൽ സമ്മാനിച്ച മുറിപ്പാടുകൾ, പ്രതിസന്ധികൾ. നല്ല ശുശ്രൂഷ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ചതുപോലെ മുൻപോട്ട് പോയി. പെട്ടെന്ന് ശുശ്രൂഷയിൽ വന്ന പ്രതിസന്ധി, തകർച്ച, ബിസിനസ്. ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതും നിങ്ങൾ കാത്തിരുന്നതും ഒരു ഗ്രോത്തിനാണ്, അടുത്ത സ്റ്റെപ്പിലോട്ടുള്ള ഒരു വളർച്ച. പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായിട്ടാണ്. പ്രതീക്ഷകൾക്കപ്പുറമായി സംഭവിക്കുന്ന കാര്യങ്ങൾ. പകച്ചു പോകാറുണ്ട്. ഇത് ലോകമനുഷ്യനായി. എന്നാൽ ഒരു ഭക്തനായി അങ്ങനെ പകച്ചു പോകേണ്ടതുണ്ടോ? ഇല്ല. ഉത്തരമുണ്ട് നിങ്ങളുടെ ചോദ്യത്തിന്. വെറും ഉത്തരമല്ല, വായ്ത്താരിയല്ല എന്നർത്ഥം. മറിച്ച് ഇവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിൽ എനിക്കൊപ്പമായിരിക്കുന്ന, അഥവാ പ്രൈസ് ചർച്ച് കുടുംബത്തിലെ പ്രിയ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ചോദ്യങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ അതേ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയിലൂടെ, ഒരു കുടുംബത്തിലൂടെ, ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ അല്പമായി മുൻപോട്ട് പോകും, പ്രാർത്ഥിക്കും. ഉത്തരത്തോടെ, വിടുതലോടെ നിങ്ങൾ എഴുന്നേൽക്കും. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ശൗലിൻ്റെ അപ്പനായ കീശിൻ്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തൻ്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ടു ചെന്ന് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ഒത്തിരി തവണ നിങ്ങൾ കേട്ടിട്ടുള്ളതായ ഒരു വേദഭാഗമാണ്. നിങ്ങളുടെ ചോദ്യങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇതേ ഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ എനിക്കും തൃപ്തി വരുന്ന അനുഭവം ഉണ്ടായില്ല. എന്നാൽ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. തൃപ്തിയോടെ, സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആയിരിക്കുന്നു. നോക്കൂ, കീശിൻ്റെ അപ്പനെക്കുറിച്ച് 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. തൻ്റെ ഗോത്രം ബെന്യാമീൻ ഗോത്രമാണ്. അതേക്കുറിച്ചൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ അവിടെ വളരെ വ്യക്തമായി ആ കീശിൻ്റെ ഒരു പ്രത്യേകത രേഖപ്പെടുത്തിയിരിക്കുന്നു. കീശ് ഒരു ധനവാനാണ്. അർത്ഥാൽ അവനൊരു സാധാരണ മനുഷ്യനല്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ധനവാനായി തീരുന്നത്? അവൻ്റെ ജീവിതത്തിൽ അടിക്കടി നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ ധനവാനായി തീരും. അങ്ങനെയാണോ? അല്ലല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, നഷ്ടങ്ങളില്ലാതിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ധനവാനായി തീരുന്നത്. തനിക്കുള്ളത്, താൻ ആഗ്രഹിക്കുന്നത് ചേർത്ത് അതിനെ സംരക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഒരു മനുഷ്യൻ ധനവാനായി തീരുന്നത്. അങ്ങനെ വളരുവാനും വർദ്ധിക്കുവാനും ആഗ്രഹിച്ച് ഈ ശബ്ദം കേട്ടായിരിക്കുന്ന ചിലരുണ്ട്. നിങ്ങളോടായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവിധത്തിൽ നിങ്ങളുടെ പേരിനൊപ്പം ധനവാൻ എന്ന, ആമേൻ. എനിക്കൊരു ഗിൽറ്റുമില്ല. ഇങ്ങനെ പറയുമ്പോൾ ചിലർ ചിന്തിക്കും, പാസ്റ്റർ നിങ്ങൾ അങ്ങനെ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ സമൃദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അതേ, സമൃദ്ധിയുടെ കർത്താവാണ് എൻ്റെ യേശു. ഇല്ലായ്മയുടെ, തള്ളിക്കളയലിൻ്റെ, ഒഴിവാക്കലിൻ്റെ, കവർന്നെടുക്കലിൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇരിക്കുവാൻ തക്കവണ്ണം എന്നെ ഞാനാക്കിയ എൻ്റെ യേശു, അവൻ സമൃദ്ധിയുടെ കർത്താവാണ്. ആ കർത്താവ് ആ പറഞ്ഞ പദം
നിൻ്റെ പേരിന് മുമ്പിൽ ചേർക്കുന്ന അനുഭവത്തെ കൊണ്ടുവരും. സഹോദര, സഹോദരി, നീ പുറമേ പറഞ്ഞില്ലെങ്കിലും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്, ധനവാനായിത്തീരുന്ന അനുഭവത്തിലേക്ക്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇന്ന് വായ്പ വാങ്ങുന്ന അനുഭവങ്ങൾക്ക് ആമേൻ, താങ്ക് യു ലോർഡ്, അതിന് അറുതി ഉണ്ടാകണം. അത് സംഭവിക്കുക. പിന്നെയും അത് സംഭവിക്കണമെങ്കിൽ ആമേൻ, കൊടുക്കുവാനുള്ളത് കൊടുത്തു തീരണം. സഹോദര, സഹോദരി, പ്രിയ കുഞ്ഞുമക്കളെ കേൾക്ക്, നിങ്ങളുൾപ്പെടെ കൊടുത്തു തീർക്കുവാനുള്ളത് കൊടുത്തു തീർക്കുവാൻ എൻ്റെ കർത്താവ് വഴി തുറക്കുകയാണ്. ഇനിയും ആരുടെ മുമ്പിലും കൈനീട്ടി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പിന്നെയും അത് സംഭവിക്കണമെങ്കിൽ ഉറവകൾ ശക്തമായി തുറന്നു വരണം. തൊഴിലിടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം, ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകണം. തടഞ്ഞു വയ്ക്കപ്പെട്ട നിങ്ങളുടെ നന്മകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അത് സംഭവിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ നോക്കൂ, അവൻ ധനവാനാണ്. എന്തുകൊണ്ടാണ് കീശ് ധനവാനായി മാറിയത്? തനിക്കൊപ്പമുള്ളതിനെ സംരക്ഷിക്കുവാൻ കീശിന് കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു മനുഷ്യനിൽ നിന്ന് തൻ്റെ കഴുതകൾ നഷ്ടപ്പെട്ടു പോകുന്നത് ആശ്ചര്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? സഹോദരി, നീ കേട്ട അതേ ചോദ്യത്തിന് പിന്നിൽ ആശ്ചര്യം. എന്തുകൊണ്ടടി നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? നിൻ്റെ ഭർത്താവ് ഇങ്ങനെ മാറുമെന്ന്, നിൻ്റെ ഭാര്യ ഇങ്ങനെ മാറുമെന്ന്, സഹോദര, നിൻ്റെ മക്കളുടെ ജീവിതം ഇങ്ങനെയായിത്തീരുമെന്ന്, നിൻ്റെ തൊഴിലിൽ ഇങ്ങനെയായിത്തീരുമെന്ന് പലർക്കും ആശ്ചര്യമാണ്. നിനക്കങ്ങനെ സംഭവിക്കുമെന്ന് അവർക്ക് ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്തിന്? നിനക്ക് പോലും ആ ഞെട്ടലിലാണ്. ചിലർ അവിധത്തിലുള്ള ഞെട്ടലിലായിരിക്കുന്നുണ്ട്. കേൾക്ക്, ഒരു സാധ്യതയുമില്ല, നഷ്ടപ്പെടുവാൻ ഒരു സാധ്യതയുമില്ല. എല്ലാം ഓക്കെയാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് ശരിയാക്കി കൊണ്ടുപോയതാ. ഈ മനുഷ്യനിൽ നിന്ന് അങ്ങനെ നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ഇന്നലകളിൽ നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവൻ ധനവാനായി. ആമേൻ. എന്നിട്ടും നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടും അങ്ങനെ നഷ്ടപ്പെടലിൻ്റേതായൊരു സാഹചര്യം വന്നു ചേർന്നു. ഒപ്പം മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, കുറിവാക്യമായ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവിടെ ഒരു ദാസനോടൊപ്പം ഈ ധനവാൻ്റെ മകൻ കഴുതയെ അന്വേഷിച്ച് പോകേണ്ടതായ ഒരു സാഹചര്യം വന്നു ചേർന്നു. ധനവാൻ്റെ വീട്ടിനകത്ത് ഓർഡറിട്ടിരിക്കുവാനുള്ള, കീശിൻ്റെ വീട്ടിനകത്ത് ഓർഡറിട്ട് വെയിറ്റ് ചെയ്യുവാനുള്ളവൻ ഒരു ദാസനെ പോലെ ദാസനൊപ്പം അലയേണ്ടതായി വന്നു. രണ്ട് സാഹചര്യങ്ങൾ. ആമേൻ. അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് കഴുതയെ അന്വേഷിച്ച് പുറത്തു പോകേണ്ടി വന്നു. ഒരു ധനവാൻ്റെ ഭവനത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു സാധാരണ ഫാമിലിയെക്കുറിച്ചല്ല പറയുന്നത്. ആമേൻ. ധനവാൻ്റെ ഫാമിലിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ അതിൻ്റെ ആവശ്യമില്ല. അവൻ ഓർഡർ കൊടുത്തിട്ട് അപ്പനെ പോലെ വെയിറ്റ് ചെയ്യുവാനുള്ളവനായി. ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുവാൻ പാടില്ലാത്തത്, മീൻസ് ഗുണകരമല്ലാത്തത്. ഒന്നൊരു നഷ്ടപ്പെടൽ. ചിലത് നഷ്ടപ്പെട്ടവരായി നിങ്ങളിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾ പോകേണ്ടതാത്ത വഴികളിലേക്ക് നിങ്ങൾ പോകേണ്ടി വരുന്നു. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറയുമ്പോൾ പാപമെന്നോ തെറ്റെന്നോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എത്തപ്പെട്ട ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുവാൻ പാടില്ലാത്തത്. കൈനീട്ടുന്നത് അങ്ങനെ ഒരു അവസ്ഥയാണ്. മറ്റുള്ളവരോട് അവധി പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയാണ്. നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ കഴിയാത്തത് അങ്ങനെ ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലൂടെ ആമേൻ കടന്നു പോകുന്നു. നഷ്ടപ്പെടലിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, മാറ്റി നിർത്തപ്പെടലിൻ്റെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നീ കരുതാത്ത, അല്ലേ സഹോദരി? നിൻ്റെ സഹോദരങ്ങൾ എപ്പോഴും നിനക്കൊപ്പം കാണുമെന്ന് കരുതി, സഹോദര, അല്ലേ? പക്ഷേ ഇപ്പോൾ അവരൊക്കെ നിന്നെ വേണ്ട എന്ന് വെച്ചു. മക്കളെ, അമ്മയപ്പന്മാർക്കൊന്നും വേണ്ട, മാതാവേ പിതാവേ മക്കൾക്ക് വേണ്ട, പാർട്ട്നേഴ്സിനും വേണ്ട, കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ട, പ്രിയപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ട, കൂട്ടുകാർക്ക് വേണ്ട. ഒരു മാറ്റി നിർത്തപ്പെടൽ. പലയിടങ്ങളിൽ പലതിനുമായി അലയുന്നു, പല സന്തോഷങ്ങൾക്കുമായി അലയുന്നു. ഒപ്പം നിൽക്കുവാൻ ആരുമില്ല. വല്ലാത്തൊരവസ്ഥയല്ലേ? എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? നോക്കൂ, ഉത്തരമുണ്ട്. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഒരു അധ്യായം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കഴുതകളെ തേടിപ്പോയ ശൗലിനെക്കുറിച്ച്. അപ്പോൾ ശമൂവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിലൊഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ നിൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ശൗലിൻ്റെ കീശിൻ്റെ വീട്ടിനകത്ത് ഓർഡർ ഇട്ടിട്ട് കാത്തിരിക്കേണ്ടവൻ പുറത്തു പോകേണ്ടി വന്നത്. ആമേൻ. അവിടെ ഉള്ളവർ ഒരുപക്ഷെ പറയും, എന്നാലും ഇവനിങ്ങനെ കഴുതയുടെ പിന്നാലെ പോകേണ്ടി വന്നല്ലോ, അല്ലേ? മറ്റുള്ളവർ പറയുന്നുണ്ട്, നിനക്കും അതൊരു കുറച്ചിൽ പോലെ തോന്നുന്നുണ്ട്, സങ്കടമാണ്. പക്ഷെ കേൾക്ക്, ദൈവം നീ പ്രതീക്ഷിക്കാത്ത ചിലത് നിന്നിൽ ഏൽപ്പിക്കുവാൻ പോവുക. എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൂത് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും? അവൻ നീ പ്രതീക്ഷിക്കാത്ത ചിലത്.
ശൗൽ പ്രതീക്ഷിക്കാത്തതൊന്ന് ശൗലിലേക്ക് വന്നെത്തുക. സഹോദരി, പെട്ടെന്ന് ആ തൊഴിൽ നഷ്ടപ്പെട്ടത് മുഖാന്തരം നീ അലയുകയാണോ? പലരുടെയും മുൻപിൽ കൈനീട്ടി കടം പറഞ്ഞ് മടുത്തായിരിക്കുകയാണോ? കേൾക്ക്, നീ പ്രതീക്ഷിക്കാത്തതെന്ന് എൻ്റെ കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരുവാൻ പോകുക. സഹോദരി, പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നിൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്രതീക്ഷിതമായി ചിലത് കർത്താവ് നിൻ്റെ ജീവിതത്തിൽ തരുവാൻ പോകുക. കർത്താവിൻ്റെ നാമം ഉയരുന്ന ചിലത് പ്രാർത്ഥിക്കുന്ന സഹോദരി, കേൾക്ക്. അപ്രതീക്ഷിതമായ മക്കളെ, പ്രതീക്ഷിക്കാതെ കടന്നു വന്ന പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല. ദൈവത്തിൽ നിന്ന് ചിലത് നിങ്ങൾ പ്രാപിക്കുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ ലൈഫ് മാറുന്ന, കീശിൻ്റെ കുടുംബത്തിൻ്റെ പേര് മാറുന്ന, എനിക്കിത് പറയുവാൻ കൊതിയാണ്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് മാറുന്ന, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. നോക്കൂ, രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യാത്രയിൽ തന്നെ നഷ്ടപ്പെട്ട ആ കഴുതകളും തിരികെ കിട്ടി. ആമേൻ. കഴുതയുടെ പിന്നാലെ പോകുവാനല്ല ആ ഒരു പ്രതിസന്ധി, നീ ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടത്. നീ ഇരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് ഇറങ്ങി മറ്റൊരു വഴിക്ക് പോകാനോ വേറെ ഏതെങ്കിലും വഴിക്ക് പോകാനോ അല്ല. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവന്നത് ചിലത് നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ വേണ്ടിയാണ്. സഹോദര, അവിടെ നിന്ന് ആ തൊഴിലിടത്തിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവന്നത് പുതിയ ശ്രേഷ്ഠമേറിയ അനുഭവങ്ങളെ നിനക്ക് തരുവാൻ വേണ്ടിയാണ്. സഹോദരി, നിൻ്റെ ഭവനത്തിനകത്ത് നീ പുറത്താക്കപ്പെട്ടത് അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കേണ്ടി വന്നത് ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയാണ്. മക്കളെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നിലകളിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരായി മാറിയത് ശ്രേഷ്ഠകരമേറിയത് നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി. അപ്പോൾ ആമേൻ, നിങ്ങളുടെ ചോദ്യം, ആമേൻ, ആ ചോദ്യത്തിൽ ലോകമനുഷ്യരെ പോലെ നിങ്ങൾ ഒതുങ്ങിപ്പോകേണ്ട ഉത്തരമുണ്ട്. കർത്താവ് ശ്രേഷ്ഠകരമേറിയത് നിങ്ങൾക്ക് നൽകി നിങ്ങളെ മാനിക്കുവാനായി പോകുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, എങ്ങനെ ഞങ്ങൾക്കതിന് സാധിക്കും? ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിരന്തരമായ പ്രാർത്ഥനയും ശക്തിയേറിയ കൂട്ടായ്മയും ഉപവാസവും. നിങ്ങൾക്കും അവസരമുണ്ട് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് നിരന്തരമായ പ്രാർത്ഥനകൾ പ്രൈസർ ഫാമിലിക്കൊപ്പം അവൈലബിളാണ്. എല്ലാ ദിവസങ്ങളിലും രാവിലെ നമ്മൾ തുടങ്ങുന്നത് ലൈവായി നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷ, ശുഭയാത്ര, യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന പ്രോഗ്രാമിനൊപ്പമാണ് പ്രാർത്ഥിച്ച് നമ്മൾ ഒരു ദിവസം ആരംഭിക്കും. പ്രഭാതമൻ എന്ന പേരിൽ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് മെസ്സേജുകൾ ലഭിക്കും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. സഭയുടെ മീറ്റിംഗ് ഞായറാഴ്ച 10 മണി മുതലാണ് കേട്ടോ. സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് നിങ്ങൾക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയും. ഒപ്പം ഉപവസിക്കുവാനും, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും, ആ ദൈവം ഒരുക്കിയിരിക്കുന്നത് പ്രാപിച്ച് നഷ്ടങ്ങളെ നികത്തിയ ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള അവസരമുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. പ്രേയർ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കോൺടാക്ട് ചെയ്ത് എന്നാൽ കണ്ടടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേൾപ്പിച്ച വചനത്താൽ ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. പെട്ടെന്നുണ്ടായ നഷ്ടങ്ങൾ, കടന്നു വന്ന നിരാശയുടെ കണ്ണുനീരിന് അനുഭവങ്ങൾ, മാറിപ്പോകുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇവർ അനുഭവിക്കട്ടെ. നഷ്ടപ്പെട്ടതിനെ, അപ്പോൾ ആ നഷ്ടത്തിൻ്റെ ഓർമ്മകളെ, വേദനകളെ മറക്കുമാറാക്കുന്ന ശ്രേഷ്ഠകരമായ ദൈവിക പദ്ധതികൾ ഇവരുടെ ജീവിതത്തിൽ നിറവേറട്ടെ. തൊഴിൽ നഷ്ടപ്പെട്ട് വരുമാനമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തൊഴിലും വരുമാന മാർഗ്ഗങ്ങളെ ഈ സ്വർഗ്ഗം ഒരുക്കി നൽകണമേ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കണമേ. ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗബന്ധങ്ങളും യേശുവിൻ നാമത്തിൽ മാറപ്പെട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണമേ. അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ദേശം ഇവരുടെ പേരിൽ അറിയപ്പെടട്ടെ. പുതിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും അഭിവൃദ്ധി ഉണ്ടാകട്ടെ. വർധനവ് വെളിപ്പെടട്ടെ. ഇനി ചോദ്യം ചോദിച്ച് അലയുവാൻ ഇടവരാത്ത വിധത്തിൽ ഇവർ പ്രാപിക്കട്ടെ. പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാപിക്കുവാനുള്ള കൃപ നൽകണമേ. തലമുറകൾ അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. നല്ല റിസൾട്ടുകൾ നൽകി മാനിക്കണമേ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനവും, വസ്തുക്കളില്ലാത്തവർക്ക് വസ്തുക്കളും, വാഹനങ്ങളില്ലാത്തവർക്ക് വാഹനങ്ങളും നൽകി മാനിക്കണമേ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ബാധ്യതകളും കടഭാരങ്ങളും മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് കൂടിയിരിക്കും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. ഈ മെസ്സേജ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. നാളെ ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.